ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മൈൻഡ്സ്. ആദ്യത്തെ ചോദ്യം: 4 സെൻറ്റിമീറ്റർ ആരവും 10 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു വൃത്തസ്തംഭത്തെ ഉരുക്കി 2 സെൻറ്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ ആരവും 10 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു വൃത്തസ്തംഭത്തെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതിനെ നമ്മൾ ഉരുക്കിയിട്ട് 2 സെൻറ്റിമീറ്റർ ആരമുള്ള ഗോളങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം എന്താണെന്നുള്ളത് കാണണം. അപ്പോൾ നമുക്കറിയാം, വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് πr² ആണ്. πr² ആണ് വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പൈ ഇൻറ്റു ആരം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ, അപ്പോൾ 4² ഇൻറ്റു ഉയരം 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 160 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 സെൻറ്റിമീറ്റർ ആരമുള്ള ഗോളങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് നമുക്കറിയാം 4/3 പൈ r³ ആണ്. ഓക്കെ, ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4/3 ഇൻറ്റു പൈ ഇൻറ്റു ഇവിടെ ആരം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 2³ ഇസ് ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 32 പൈ ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തത്തെ ഗോളത്തിൻ്റെ വ്യാപ്തം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സെൻറ്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ എന്നത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം നമുക്ക് 160 കിട്ടി. ഓക്കെ, 160 പൈ ഡിവൈഡഡ് ബൈ ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 32 π/3 ആണ്. 32 പൈ ഡിവൈഡഡ് ബൈ 3. ഇവിടെ ഈ പൈയും ക്യാൻസൽ ചെയ്ത് പോവും. ഇസ് ഈക്വൽ ടു 160. ഈ ഒരു കാര്യം മുകളിലോട്ട് പോകുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 32 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 32 160 5 തവണ പോവും. അപ്പോൾ 3 15. ഓക്കെ, 15 എണ്ണം ഗോളങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു സാധനത്തിൻ്റെ വിലയിൽ 25% വർധനയുണ്ടായി. പിന്നീട് 20% വില കുറയുകയും വീണ്ടും 10% വർദ്ധിപ്പിക്കുകയും ചെയ്തു. എങ്കിൽ ആകെ എത്ര ശതമാനം വില വർധനയാണ് ഉണ്ടാവുക? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു സാധനത്തിൻ്റെ വിലയിൽ 25% വർധനയാണ് ആദ്യം ഉണ്ടായത്. പിന്നീട് 20% വില കുറഞ്ഞു, വീണ്ടും 10% വർദ്ധിച്ചു. നമുക്ക് തന്നിട്ടുള്ള പ്രകാരം ഒരു സാധനത്തിൻ്റെ വിലയിൽ 25% വർധന ഉണ്ടായെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്, ആ സാധനത്തിൻ്റെ വില നമുക്ക് അറിയില്ല, നമ്മളതിനെ 100 രൂപയാണ് ആ സാധനത്തിൻ്റെ വില എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ 100 രൂപയാണ് ആ സാധനത്തിൻ്റെ വിലയെങ്കിൽ 25% വർധനയുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 100 എന്നുള്ളത് 125 രൂപയായിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് 20% വില വീണ്ടും കുറഞ്ഞു. അപ്പോൾ 125ൻ്റെ 20% വീണ്ടും കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125ൻ്റെ എന്ത് കണ്ടാൽ മതി? 80% കണ്ടാൽ മതി. 20% കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 4 5 അത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 25ൻ്റെ 4 100 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഈ വില 100 രൂപയായി. വീണ്ടും എന്ത് സംഭവിച്ചു? 10% വർദ്ധിച്ചു. 10% വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100ൻ്റെ 10% വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 110 രൂപയായിട്ട് മാറി. ഓക്കെ, എങ്കിൽ ആകെ എത്ര ശതമാനം വില വർധനയാണ് ഉണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വില എന്ന് പറയുന്നത് 100 രൂപയായിരുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എത്ര രൂപയായിട്ട് മാറി? 110 മാറിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 100ൽ നിന്ന് 110 ആവാനായിട്ട് എത്ര ശതമാനമാണ് വർദ്ധിച്ചത്? 10% വർദ്ധിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിട്ട് കൊടുത്താലാണ് ഇതിന് കറക്റ്റ് ഒരു പാറ്റേൺ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസും ഇതിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര സ്ഥാനം ഉണ്ട് എന്നുള്ളത് എണ്ണുക. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 ടോട്ടൽ 12 പ്ലേസ് ആണുള്ളത്. അപ്പോൾ ഈ 12 പ്ലേസിനെ നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അതെങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. 2 എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യാം, 3 എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യാം, 4 എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യാം, 6 എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് വൈ എക്സ് പിന്നെ വരണത് വൈ ആണ്, പിന്നെ വൈ വരുന്നുണ്ട്, പിന്നെ വൈ എക്സ് വൈ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. എക്സ് വൈ 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 എക്സ് വൈ പ്രത്യേകിച്ചൊരു പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും? എക്സ് വൈ എക്സ് പിന്നെ വൈ വരുന്നുണ്ട്, എക്സ് വരുന്നുണ്ട്, വൈ എക്സ് വരുന്നുണ്ട്, പിന്നെ വൈ വരുന്നുണ്ട്, എക്സ് വൈ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എക്സ് വൈ ഒരു കറക്റ്റ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഓപ്ഷൻ സിയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കിതുപോലൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. നമുക്കിതിനിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ നിന്ന് നേരെ 100 മീറ്റർ നടക്കുന്നു, ഇടത്തേക്ക് തിരിഞ്ഞ് 100 മീറ്റർ നടക്കുന്നു, വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 300 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്ന് ഓഫീസിലെത്തി. അവൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് കിഴക്ക് ദിശയിലാണെങ്കിൽ ആദ്യമായി ഏത് ദിശയിലാണ് അവൻ യാത്ര ആരംഭിച്ചത് എന്നതാണ് ചോദ്യം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഫിഗർ വരച്ച് നോക്കാം. ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ നിന്നും നേരെ 100 മീറ്റർ നടക്കുന്നു. 100 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇവിടെ നിന്നാണെന്ന് സപ്പോസ് ഇവിടെ നിന്നാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നേരെ 100 മീറ്റർ നടന്നു. ഓക്കെ, അതിനുശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് 100 മീറ്റർ നടക്കുന്നു. അപ്പോൾ ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ 100 മീറ്റർ ഇങ്ങോട്ട് വരും. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 300 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്ന് ഓഫീസിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് 300 മീറ്റർ ഇടത്തേക്ക്. ഓക്കെ, 300 മീറ്റർ. അതിനുശേഷം തിരിഞ്ഞ് 100 മീറ്റർ നടന്ന് ഓഫീസിലെത്തുന്നു. 100 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഓഫീസ്, ഇവിടെയാണ് വീട്. ഇനി തന്നിരിക്കുന്നത് എന്താണ്? അവൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് കിഴക്ക് ദിശയിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വീട് ഇവിടെയാണ്, ഓഫീസ് ഇവിടെയാണ്. അപ്പോൾ വീട്ടിൽ നിന്നും ഓഫീസിലോട്ടുള്ള ആ ഒരു ദിശ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ദിശയിലാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യമായി ഏത് ദിശയിലാണ് അവൻ യാത്ര ആരംഭിച്ചത്? നമുക്ക് ഈ ഒരു ദിശയാണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡയറക്ഷൻ ഒന്ന് വരച്ച് നോക്കാം. നമുക്കറിയാം ഇവിടെ നോർത്താണ്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ നോക്കുമ്പോൾ തന്നിരിക്കുന്ന ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? വടക്ക് കിഴക്ക് ദിശയിലാണ്. വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഒരു ഡയറക്ഷനാണ് ഈ തന്നിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? ഇങ്ങോട്ടാണ്. ഈ ഒരു ഡയറക്ഷൻ വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ് ആയതുകൊണ്ട് ശരിക്കും നമ്മളിവിടെ വരയ്ക്കുമ്പോൾ ഈ ഒരു ഡയറക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലോട്ട് കിട്ടാനായിട്ട് നമ്മളിനി എത്ര തിരിയണം? ഇവിടെ നിന്ന് ചിന്തിക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് അല്ലേ? അതായത് ഇങ്ങോട്ടാണ് ഇപ്പോൾ കിട്ടിയ ഡയറക്ഷൻ. അപ്പോൾ ഒറിജിനൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങോട്ട് കിട്ടാനായിട്ട് നമ്മൾ എന്താണ്? 180 ഡിഗ്രി ഇങ്ങോട്ട് തിരിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 180 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയറക്ഷൻ കിട്ടും. അപ്പോൾ ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നിന്നും 180 ഡിഗ്രി തിരിഞ്ഞാൽ മതി. അപ്പോൾ അവിടെ നിന്ന് 180 ഡിഗ്രി തിരിയുമ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടാണ് നിൽക്കുന്നത്, നോർത്തിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നോർത്തിൽ നിന്നും 180 ഡിഗ്രി ഇങ്ങോട്ട് തിരിയുമ്പോൾ സൗത്താണ് നമ്മുടെ ആൻസർ, അഥവാ തെക്കാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 222 പ്ലസ് 333 222 താഴെ പറയുന്ന ഏത് സംഖ്യകൾ കൊണ്ട് ഹരിക്കാനാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 222 ആണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് 222നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ 222നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 2 2 ഇത് 2ൽ പോവും, 1 1 1, വീണ്ടും 3ൽ പോവും, 3ൽ 37 തവണ പോവും. അപ്പോൾ 222നെ നമുക്ക് 2 × 3 × 37 എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ നമ്മൾ 333നെ ഫാക്ടറൈസ് ചെയ്യാണ്. 333നെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം 3ൽ പോവും, 1 1 1, ഇതേപോലെ തന്നെ 3ൽ വീണ്ടും പോവും, 37. അപ്പോൾ 333നെ നമുക്ക് 3 × 3 × 37 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എന്തായിട്ട് മാറും? തന്നിരിക്കുന്ന ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 222 എന്ന് പറയുന്നത് ഇതിൽ ഇതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 2 × 3 × 37 പ്ലസ് 3 × 3 × 37 222 എന്നായിട്ട് മാറും. ഇനി ഇവിടെ നോക്കൂ, ഈ ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 3 തന്നിരിക്കുന്നത്. അപ്പോൾ 2 3 ഇതിൻ്റെ ഫാക്ടറാണോ? നമുക്ക് നോക്കാം. ഇവിടെ 2 ഫാക്ടറാണ്, പക്ഷേ ഇവിടെ 2 ഫാക്ടർ അല്ല. അതുകൊണ്ട് 2 കൊണ്ട് ഇതിനെ നിശേഷം ഹരിക്കാനായിട്ട് പറ്റില്ല. സോ ഓപ്ഷൻ എ കട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഓപ്ഷൻ സിയും കട്ട് ചെയ്യാം, അവിടെയും 2 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്ഷൻ ഡിയും കട്ട് ചെയ്യാം, അവിടെയും 2 വന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു സംഖ്യ ഏതൊരു സംഖ്യ കൊണ്ടാണ് നിശേഷം ഹരിക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സംഖ്യയിലും നമുക്ക് ഒരേ കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ വേണം. അപ്പോൾ 2 എന്ന് പറയുന്ന സംഖ്യ ഈ 2 സംഖ്യകളിലെയും കോമൺ ഫാക്ടർ അല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ എ സി ഡി എന്നിവ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി നോക്കുമ്പോൾ നമുക്ക് 3 37 കിട്ടുന്നത്. ഇവിടെ 3 ഫാക്ടറാണ്, 37 ഫാക്ടറാണ്. അതേപോലെ തന്നെ 3 ഫാക്ടറാണ്, 37 ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് അതിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ നമുക്ക് 3 37 കൊണ്ടും ഈ ഒരു മൊത്തം സംഖ്യേനെ നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 5 ഒറ്റസംഖ്യകളുടെ ലസാഗു കാണുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 5 ഒറ്റസംഖ്യകളുടെ ലസാഗു കാണുക അഥവാ എൽസിയം കാണുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 5 ഒറ്റസംഖ്യകൾ എന്താണെന്ന് നമുക്കറിയാം. 1 3 5 7 9 ഇതാണ് ആദ്യത്തെ 5 ഒറ്റസംഖ്യകളുടെ. ഈ സംഖ്യകളുടെ എൽസിയം കാണാം. എൽസിയം കാണാനായിട്ട് നമുക്കറിയാലോ, 1 3 5 7 9. ഇതിൽ കോമൺ ആയിട്ട് എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്? 3 എടുക്കാം. അപ്പോൾ 1 അതേപോലെ എടുത്തെഴുതുന്നു. 3ൽ ഒരു തവണ പോവും, 5 7 9ൽ 3 തവണ പോവും. ഇനി ഇതിൽ കോമൺ ആയിട്ടൊന്നും പോകുന്നതില്ല അല്ലേ? അതുകൊണ്ട് നമുക്കിതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 1 × 1 × 5 × 7 × 3 എല്ലാം കൂടിയിട്ട് ചെയ്യുമ്പോൾ 15 × 21 15 × 21 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 315 ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് 20 എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എത്ര? ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികളുണ്ട് അല്ലേ? അനുവിൻ്റെ റാങ്ക് 20 തന്നിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 50 - 20 + 1 ചെയ്താൽ മതി. ഓക്കെ, അതായത് മുന്നിൽ നിന്നുള്ള റാങ്ക് തന്നിട്ടുണ്ട്, പിന്നിൽ നിന്നുള്ള റാങ്ക് കാണാനായിട്ട് ടോട്ടലിൽ നിന്നും തന്നിരിക്കുന്ന റാങ്ക് മൈനസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 50 - 20 30 + 1 വരും, 31 നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്